ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ വീണ്ടും വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്. ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി, വേറെ പുതിയൊരു റിലേഷൻഷിപ്പിലോട്ട് പോവുകയാണ്, അവിടെയും പ്രശ്നമാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് നെഗറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ മാത്രം, അഥവാ ടോക്സിസിറ്റി ഉള്ള, നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളതൊക്കെ റിലേഷൻഷിപ്പിലായതിനു ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് കണ്ടിന്യൂസ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പലപ്പോഴും നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം റോങ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും റോങ് ആയിട്ട് പറഞ്ഞതുകൊണ്ടാണോ, അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റ് ബാഡ് ആയതുകൊണ്ടാണോ, അങ്ങനെ പല രീതിയിലും നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ അതൊന്നും ആയിരിക്കില്ല എക്സാക്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ബ്ലൂ പ്രിന്റിലുള്ള പ്രശ്നമായിരിക്കാം. എന്താണ് ബ്ലൂ പ്രിന്റ്? ജസ്റ്റ് ഞാനൊന്ന് പറയാം. നമ്മൾ ജനിച്ച് വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും തൊട്ടടുത്തുള്ള നമ്മൾ ഇടപഴകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ പാരൻസ് ആയിരിക്കാം, നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കുന്ന മറ്റു ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അപ്പോൾ അവരുടെയൊക്കെ ഫാമിലി ലൈഫ് നമ്മൾ കണ്ടും അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കേട്ടും ഒക്കെയാണ് നമ്മൾ വളരുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളുണ്ട്, അതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ പാരൻസ് എപ്പോഴും ഫൈറ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിന് കിട്ടിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സ്, അവരുടെ റിലേഷൻഷിപ്പിലും പലപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളും ഡിവോഴ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളത് കാണുന്നു, കേൾക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന സമയത്ത് അതൊക്കെ കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് രൂപപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഭാവിയിൽ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ ആ റിലേഷൻഷിപ്പിലും സെയിം പ്രോബ്ലംസ് വരുന്നു. എല്ലാ കേസിലും വന്നോളണമെന്നില്ല. കാരണം നമ്മൾ ആ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അത് ബാധിക്കുന്നത്. സോ ചില കേസുകളിൽ ബാധിക്കും, ചില കേസുകളിൽ ബാധിക്കില്ല. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ്ലി വീണ്ടും വീണ്ടും ഇത്തരത്തിൽ നമ്മൾ റിലേഷൻഷിപ്പിലാവുന്നു, വീണ്ടും ബ്രേക്ക് ആവുന്നു, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ ആ ഒരു ബ്ലൂ പ്രിന്റിനെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുത്താൽ മാത്രമാണ് നമുക്ക് ഇനി വരുന്ന ഒരു റിലേഷൻഷിപ്പെങ്കിലും നമുക്ക് നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് നിലനിർത്താനായിട്ട് പറ്റുള്ളൂ, ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. 2 സൊല്യൂഷനുണ്ട്. അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് സൊല്യൂഷനിലോട്ട് വരാം. ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു തോട്ടിനെ തന്നെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് പുതിയൊരു തോട്ട് കൊടുക്കുക. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന തോട്ട് റിലേഷൻഷിപ്പ് ഒക്കെ കണക്കാണ്, എല്ലാവരും ഒരേപോലെയാണ്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കണ്ടിട്ടുള്ള ആളുകൾ, എൻ്റെ പാരൻസ് ഡിവോഴ്സ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എപ്പോഴും റിലേഷൻഷിപ്പിൽ പരസ്പരം അടിയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർക്ക് ആർക്കും ഈ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാൻ കഴിയില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കൊള്ളത്തില്ല, ഇങ്ങനെ ഒരുപാട് നെഗറ്റിവിറ്റീസ് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് അട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിനെ മാറ്റിമറിക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു അഫർമേഷൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ കണ്ടീഷൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ റീപ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൊല്യൂഷൻ കൂടി ഞാൻ പറയുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് ആദ്യം നിങ്ങൾ ഇത് ചെയ്യുക. അപ്പോൾ അഫർമേഷൻ ഒന്ന് എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾ പറയേണ്ട അഫർമേഷൻ ഞാനൊന്ന് പറയാം. എൻ്റെ ജീവിതത്തിലോട്ട് വരുന്ന എൻ്റെ ജീവിത പങ്കാളി എന്നെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും അതോടൊപ്പം എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഐ ബിലീവ് എന്ന് വെച്ച് തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് ആണിത്. ഓക്കെ, നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പങ്കാളി നമ്മളെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അതിൻ്റെ മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ തന്നെ നിങ്ങൾ അഫേം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്തിട്ട് പറയുക എല്ലാ ദിവസവും. കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു 10 ബ്രീത്തിങ് ചെയ്ത് അതിനുശേഷം ഈ അഫർമേഷൻസ് പതിയെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക.
ഒരു 5 മിനിറ്റ്സോളം. ഇതെല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലൂ പ്രിൻറ്റിനെ പതിയെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. മുഴുവനായിട്ടും പറ്റത്തില്ല, നമുക്ക് ഈ ഒരു തോട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റീപ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആ പഴയ തോട്ടുകളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി കൂടി പറയാം. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ചുറ്റും കാണുന്ന റിലേഷൻഷിപ്പിലോട്ട് ശ്രദ്ധ കൊടുക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ളതിലോട്ട് മാത്രം ശ്രദ്ധ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു കഫേയിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ അപ്പുറത്ത് കച്ചറ കൂടുന്ന കപ്പിൾസ് ഉണ്ടാവാം, ഇപ്പുറത്ത് നല്ല റൊമാൻറ്റിക് ആയിട്ട് ഐസ്ക്രീം കഴിക്കുന്ന കപ്പിൾസും ഉണ്ടാവാം, നല്ല രീതിക്ക് സംസാരിച്ചിരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, അങ്ങോട്ട് ശ്രദ്ധിക്കാതിരിക്കുക. അങ്ങനെ നമ്മുടെ ലൈഫിലുടനീളം നമ്മൾ എവിടെയാണോ നമ്മൾ പോസിറ്റിവിറ്റി കാണുന്നത് അങ്ങോട്ട് മാത്രം അറ്റൻഷൻ കൊടുക്കുക. ഇപ്പം നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരിൽ തന്നെ നല്ല ഹാപ്പി മാരീഡ് ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരിലോട്ട് നിങ്ങൾ കൂടുതലായിട്ട് കോവർക്കേഴ്സൊക്കെ ഉണ്ടാവും, അവരിലോട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാതെ പ്രശ്നങ്ങളുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കേണ്ട. ഓക്കെ. ദെൻ രണ്ടാമത്തത്, ഇപ്പോൾ ഒരു കഫേയിലാണെങ്കിലും അവിടെ പോസിറ്റീവായിട്ടുള്ള കപ്പിൾസിനെ നോട്ടീസ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുകയാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ടുള്ള കപ്പിൾസിൻ്റെ റീൽസും കാര്യങ്ങളും കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഫോക്കസ് ഈ നെഗറ്റിവിറ്റിയിൽ നിന്നും ജസ്റ്റ് ഒന്ന് പോസിറ്റിവിറ്റിയിലോട്ട് മാറ്റുക. അപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ആഫ്റ്റർ മാരേജ് എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും. അപ്പോൾ അത് പതിയെ നമുക്ക് ഇങ്ങനെ റീപ്രോഗ്രാമിംഗ് ആയിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഈ അഫർമേഷൻ ചെയ്യലും ഈ ഒരു ആക്ടിവിറ്റിയും കൂടി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഇനിയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമുക്ക് 21 ദിവസത്തെ ഒരു പേഴ്സണൽ ഗൈഡൻസ് ഉണ്ട്. അതിൽ ഈ റീപ്രോഗ്രാമിങ്ങും പലതരത്തിലുള്ള ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്ക് ആ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ചും അതുപോലെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും നല്ല ഇൻറ്റിമസിയോടുകൂടി നല്ല കെമിസ്ട്രിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.